നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ക്ലിഫ് ഹൌസിൽ നിർണായക ചർച്ചകൾ. പി ശശിയും CM രവീന്ദ്രനും മുഖ്യമന്ത്രിയെ കാണുന്നു. DGP ഉടൻ ക്ലിഫ് ഹൌസിലെത്തും. കൊച്ചി വ്യവസായ മേഖലയിൽ പൊട്ടിത്തെറി. ഒഡീഷ സ്വദേശി മരിച്ചു. സ്ഫോടനം ഇറച്ചി മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന ഫാക്ടറിയിൽ. കാസർഗോഡ് ഭാര്യയെ ഭർത്താവ് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് അമ്പലത്തറ സ്വദേശി ബീന. ഭർത്താവ് പിടിയിൽ. നവരാത്രി ആഘോഷങ്ങളിൽ നാട്. ബൊമ്മക്കൊലു ഒരുക്കി ബ്രാഹ്മണ സമൂഹം. കൊട്ടാരക്കരയിൽ വിപുലമായ പരിപാടികൾ. വേനലെത്തും മുൻപേ നീരൊഴുക്കു നിലച്ച ഭാരതപ്പുഴ. ഭൂരിഭാഗം പ്രദേശത്തും മണൽത്തിട്ടകൾ. കുടിവെള്ള പദ്ധതികൾ അവതാളത്തിൽ. വിശദമായ വാർത്തയിലേക്ക്. ക്ലിഫ് ഹൌസിൽ നിർണായക ചർച്ചകൾ നടക്കുകയാണ്. പി ശശിയും CM രവീന്ദ്രനും KK രാഗേഷും മുഖ്യമന്ത്രിയെ കാണുകയാണ്. DGPയും ഉടൻ അവിടേക്ക് എത്തും. ADGPയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം DGP ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയിരുന്നു. കൊച്ചിയിൽ വ്യവസായ മേഖലയിൽ പൊട്ടിത്തെറി. ഒഡീഷ സ്വദേശി മരിച്ചു. എടയാർ മേഖലയിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. ഇറച്ചി മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന ഫാക്ടറിയിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ 11:30 മണിക്കാണ് സംഭവം നടക്കുന്നത്. എന്താണ് നടക്കണമെന്ന് അറിയില്ല. ഫോൺ വന്നിട്ട് ഞാൻ പെരുമ്പാവൂരായിരുന്നു, വീട്ടിലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഓടി ഇവിടെ എത്തിയപ്പോഴത്തേക്കും ആള് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയായിരുന്നു. ഇനി എന്താ സംഭവിച്ചതെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല. അത് പരിശോധിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ എന്താണെന്നുള്ളത്. പിന്നെ മരിച്ചവർ ഒറീസക്കാരാണ്. ഒരാൾ മരിച്ച ആളുടെ പേര് അജയ് കുമാർ. പിന്നെ പരിക്കേറ്റത് 30% പൊള്ളലേറ്റുണ്ടെന്നാണ് പറഞ്ഞത്. 2 ആൾക്ക്. ഒന്ന് ഗുരു, ഒന്ന് കൃഷ്ണൻ. പ്രൊഡക്ഷൻ നെയ്യാണ്. നെയ്യ്, ഈ സോപ്പ് കമ്പനിക്കുള്ള നെയ്യിലെ മൃഗക്കൊഴുപ്പ്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഇവിടെ സ്ഫോടനം ഉണ്ടാകുന്നത്. ബോയിലർ പൊട്ടിത്തെറിക്കുന്നത്. ഇവിടെ ഫോർമൽ ട്രേഡ് ലിങ്ക്സ് LLP എന്ന് പറയുന്ന കമ്പനി. ഇത് മൃഗക്കൊഴുപ്പ് സംസ്കരിക്കുന്ന ഒരു കമ്പനിയാണ്. ഇവിടെ നിരവധി ജീവനക്കാർ ഇവിടെയുണ്ട്. കൂടുതലും ഇതര സംസ്ഥാനക്കാരായ ജീവനക്കാരാണ് കൂടുതലായിട്ടുമുള്ളത്. ഈ മേഖല ഏലൂർ എടയാറിന്റെ ഭാഗമായിട്ടുള്ള വ്യവസായ മേഖലയാണ്. ഇൻഡസ്ട്രിയൽ ഏരിയയാണ് ഇവിടെയുള്ളത്. ഇത് മുഴുവനായും ഈ മേഖല അത് തന്നെയാണ്, വ്യവസായ ശാലകൾ തന്നെയാണ്. ഇന്ന് ഈ സ്ഫോടനത്തിൽ ഉണ്ടായിരുന്നത്, ആ സമയത്ത് ജോലി ചെയ്തിരുന്നതിൽ ഒരാൾ ഒറീസ സ്വദേശിയായ അജയ് കുമാറാണ് മരണപ്പെട്ടത്. മറ്റ് ആ സമയത്ത് ഉണ്ടായിരുന്ന 3 പേർ ഇവിടെ ഉണ്ടായിരുന്നു. അവർക്ക് 30% പൊള്ളൽ ഇവർക്ക് ഏറ്റിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. മറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ആരുടെയും നില ഗുരുതരമല്ല എന്നാണ് പറയുന്നത്. ഉടമസ്ഥർ പറയുന്നത് ഏതാണ്ട് 30% പൊള്ളൽ ഏറ്റിട്ടുണ്ടെന്നാണ്. നമുക്കൊപ്പം തന്നെ ഈ പരിസരത്തുള്ളവർ, സാമൂഹ്യ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിന്റെ ഭാരവാഹികൾ തുടങ്ങിയവരെല്ലാം തന്നെ ചേരുന്നുണ്ട്. പേരെങ്ങനെയാണ്? എന്റെ പേര് ഫൈസല്, STBIയുടെ കടകലൂർ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഇവിടെ നടക്കുന്ന അപകടങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് അപകട മരണങ്ങളാണ്. ഇവിടെ ഏകദേശം എടയാർ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ 300ഓളം കമ്പനികളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 300 കമ്പനികളിൽ ചെറുകിടയും വൻകിട കമ്പനികൾക്ക് മാത്രമാണ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി പ്രവർത്തിക്കുന്നത്. ചെറുകിട കമ്പനിക്ക് ഇവിടെ ഫാക്ടറി ബോയിലേഴ്സ് ഇൻസ്പെക്ടേഴ്സ് പോലുള്ള അധികാരി വർഗ്ഗങ്ങൾ പരിശോധന നടത്താതെ തന്നെയാണ് ഈ മിനി ബോയിലർ പ്രവർത്തിക്കുന്നതും ഇവിടെ ചെയ്യുന്നതും. നിങ്ങൾക്ക് കമ്പനിയുടെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെ സ്ഫോടനം നടന്ന സ്ഥലത്ത് യാതൊരുവിധ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഒരു പൈപ്പുകളോ ഒന്നും കാണുന്നില്ല. കാരണം ഇവിടെ ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികൾ, അത് കൊടും ക്രിമിനലുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ താമസിക്കുന്ന ഏരിയ ആയിട്ട് ഈ എടയാർ ഇൻഡസ്ട്രിയൽ ഏരിയ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ മരിച്ച ഒരുപാട് തൊഴിലാളികൾ മരണപ്പെട്ടിട്ടുണ്ട്. ഒരുവിധ നഷ്ടപരിഹാരവും കൊടുക്കാണ്ട് തന്നെയാണ്
ഈ ബോഡി ഇവിടുന്ന് കൊണ്ടുപോകും. ബോഡി ചിലപ്പോൾ നാട്ടിൽ എത്തണ്ടെന്ന് പോലും നമുക്ക് സംശയമാണ്. നമ്മളെ സംബന്ധിച്ച് പാർട്ടി SDPI ഇവിടെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. കാരണം ഈ മരിച്ച തൊഴിലാളിക്ക് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ പ്രതിഷേധവുമായിട്ട് പോകും. കാരണം അപകടം നടന്നിട്ട് ഇതിൽ പരിക്ക് പറ്റിയ തൊഴിലാളികളുണ്ട്. ഒന്നും നൽകാതെ തന്നെ ഇവിടുത്തെ അധികാരികൾ ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നു. ആ രീതിയിൽ പ്രതിഷേധം ശബ്ദം കനക്കുന്നുണ്ട്. കാരണം ഈ തൊഴിലാളികൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നൽകുന്നില്ല എന്നതടക്കമുള്ള ഒരു പരാതികൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കമ്പനിയെ സംബന്ധിച്ചും പരാതികൾ ഉണ്ട് എന്നതാണ്. കാരണം മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വക ഒരു നോട്ടീസ് നൽകിയതായിട്ട് നേരത്തെ തന്നെ പറയുന്നുണ്ട്. കാരണം ഇതിനു പെരിയാർ മലിനീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ചില കാര്യങ്ങൾ സംബന്ധിയായ കാര്യങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രവർത്തനം സംബന്ധിച്ചുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ സംബന്ധിയായ കാര്യങ്ങളിൽ നേരത്തെ ഇതുപോലെ ഒരു നോട്ടീസ് ഉണ്ടായിരുന്നു. അതിന് കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ടെന്ന് കമ്പനി അധികൃതർ വിശദീകരിക്കുന്നു. പക്ഷെ അതിലുള്ള ഒരു തീരുമാനം എത്തിയിട്ടുമില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവിടെ ഈ പൊട്ടിത്തെറി അടക്കമുള്ളൊരു കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഒരാൾ മരണപ്പെടുകയും അതോടൊപ്പം തന്നെ മറ്റ് 3 പേർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതര സംസ്ഥാനക്കാരനായ ഒരാളാണ്, ഒറീസയിൽ നിന്നുള്ള ഒരാൾ തൊഴിലാളിയാണ് മരണപ്പെട്ടിരിക്കുന്നത്. അർഹമായ നഷ്ടപരിഹാരം അടക്കം നൽകണമെന്ന ആവശ്യവുമായിട്ട് തന്നെ രാഷ്ട്രീയ സംഘടനകളടക്കം മുന്നോട്ട് വന്നിട്ടുണ്ട്. അല്ലായെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇടയാറ് വ്യവസായ മേഖലയിലുണ്ടായ ഈ ഒരു ദുരന്തം വലിയ രീതിയിലേക്ക് അധികൃതർ ഇടപെടേണ്ട ഒരു സമയമായി എന്നതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. കാസർഗോഡ് അമ്പലത്തറ കണ്ണോത്ത് ഭാര്യയെ ഭർത്താവ് കൊലപ്പെടുത്തി. 40 വയസ്സുകാരി ബീനയാണ് കൊല്ലപ്പെട്ടത്. കഴുത്ത് ഞെരിച്ചും ചുമരിലിടിച്ചുമാണ് കൊലപ്പെടുത്തിയത്. ഭർത്താവ് ദാമോദരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തർക്കത്തെ തുടർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് വിവരം. കൊല്ലം കൊട്ടാരക്കരയിൽ റോഡിലേക്ക് വീണ മരത്തിലിടിച്ച ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പൂതക്കുളം സ്വദേശി സോനുവാണ് മരിച്ചത്. ദ്രവിച്ചു നിന്ന പാഴ്മരം രാത്രി റോഡിലേക്ക് വീണിരുന്നു. സോനുവും സുഹൃത്തും സഞ്ചരിച്ച ബൈക്ക് മരത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. സുഹൃത്ത് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. കോഴിക്കോട് കുറ്റ്യാടി ചുരത്തിൽ 4-ാം വളവിൽ ട്രാവലറിന് തീപിടിച്ചു. ആർക്കും പരിക്കില്ല. നാദാപുരം ഭാഗത്തു നിന്നും വയനാട്ടിലേക്ക് പോകുകയായിരുന്ന ട്രാവലറിനാണ് തീപിടിച്ചത്. നാദാപുരത്ത് നിന്നും 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണച്ചെങ്കിലും വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു. സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ വീട്ടിലുണ്ടായ മോഷണത്തിൽ 2 പേർ പിടിയിൽ. വീട്ടിലെ പാചകക്കാരിയായ ശാന്ത, ഇവരുടെ ബന്ധു പ്രകാശൻ എന്നിവരെയാണ് നടക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 5 വർഷമായി MTയുടെ വീട്ടിലെ പാചകക്കാരിയാണ് ശാന്ത. തവണകളായി ശാന്ത സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു. മോഷ്ടിച്ച സ്വർണം വിൽക്കാൻ സഹായിച്ചിരുന്നത് പ്രകാശനാണെന്ന് പോലീസ് പറയുന്നു. ഇന്ന് രാവിലെയാണ് 2 പ്രതികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യലിൽ ഇരുവരും കുറ്റം സമ്മതിച്ചതായും പോലീസ് അറിയിച്ചു. തൃശൂരിലെ ATM കവർച്ചാ കേസിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു. തൃശൂർ ഷൊർണൂർ റോഡിലെ ATMൽ ഇന്ന് തെളിവെടുപ്പ് നടത്തും. നേരത്തെ മൊഴികളിലെ വൈരുദ്ധ്യം പോലീസിനെ കുഴപ്പിച്ചിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിലാണ് പ്രതികൾ കുറ്റസമ്മതം നടത്തിയത്. മംഗളൂരുവിൽ മുൻ MLA മൊയ്തീൻ ബാവയുടെ സഹോദരനെ കാണാതായതായി പരാതി. മുംതാസ് അലിയെയാണ് കാണാതായത്. കുളൂരിലെ പാലത്തിൽ മുംതാസ് അലിയുടെ കാർ തകർന്ന നിലയിൽ കണ്ടെത്തി. അഗ്നിശമന സേന ഉൾപ്പെടെ പുഴയിൽ തെരച്ചിൽ നടത്തുകയാണ്. പുലർച്ചെ 3 മണിക്ക് മുംതാസ് അലി വീട്ടിൽ നിന്നിറങ്ങിയതായി വീട്ടുകാർ പറയുന്നു. വിവിധ വ്യവസായങ്ങളിലും മസ്ജിദ് കമ്മിറ്റികളിലും മുംതാസ് അലി ഉൾപ്പെട്ടിരുന്നു. മംഗലാപുരം സിറ്റി പോലീസ് കമ്മീഷണർ അനുപം അഗർവാൾ സ്ഥലം സന്ദർശിച്ചു. നടനും സംവിധായകനുമായ ബിബിൻ ജോർജിനെ കോളേജ് പരിപാടിക്കിടെ അപമാനിച്ച പ്രിൻസിപ്പൽ. ഗുമസ്തൻ എന്ന ചിത്രത്തിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് വളാഞ്ചേരി MES KVN കോളേജിൽ എത്തിയപ്പോഴാണ് സംഭവം. മാഗസിൻ പ്രകാശനത്തിന് ശേഷം പ്രസംഗിക്കാനൊരുങ്ങിയ ബിബിനോട് പ്രസംഗിക്കേണ്ട എന്ന് പ്രിൻസിപ്പൽ ആവശ്യപ്പെടുകയായിരുന്നു. പറയേണ്ടത് പറഞ്ഞോളാനാണ് പറഞ്ഞത്. അത് പറഞ്ഞു. എന്തായാലും സന്തോഷം.
താങ്ക് യു വെരി മച്ച്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കോളേജിൽ വന്നിട്ട് ഇങ്ങനൊരു അനുഭവം ഉണ്ടാവുന്നത്. നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി കൊട്ടാരക്കര അമ്മൻകോവിൽ നടയിൽ ബൊമ്മക്കൊലു ഒരുക്കി. പ്രപഞ്ചത്തെ പൂജിക്കുന്നതിന്റെ ഭാഗമായാണ് ബൊമ്മക്കൊലു രൂപങ്ങൾ നവരാത്രി ദിനങ്ങളിൽ ഒരുക്കുന്നത്. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് കൊട്ടാരക്കരയിൽ ഒരുക്കിയിരിക്കുന്നത്. തമിഴ് ബ്രാഹ്മണരുടെ നവരാത്രി ആചാരങ്ങളുടെ ഭാഗമായാണ് ബൊമ്മക്കൊലുകൾ അണിനിരക്കുന്നത്. പുരാണ കഥാസന്ദർഭങ്ങളെ ആധാരമാക്കിയാണ് ബൊമ്മകളെ നിരത്തിയിരിക്കുന്നത്. കഥാപാത്രങ്ങളുടെ രൂപവും പ്രപഞ്ചത്തിലെ പക്ഷിമൃഗാദികളും ബൊമ്മക്കൊലുവായി സ്ഥാനം നേടിയിട്ടുണ്ട്. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്ന സങ്കല്പത്തിൽ നിന്നാണ് പ്രപഞ്ചം ഉത്ഭവിച്ചതെന്ന വിശ്വാസമാണ് ബൊമ്മക്കൊലുവിൽ പ്രകടമാകുന്നത്. ശക്തിയിൽ നിന്നാണല്ലോ ബാക്കിയെല്ലാം വരുന്നത്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ തന്നെ ശക്തിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ പ്രപഞ്ചത്തെ പൂജിക്കുന്നതായിട്ടാണ് ഈ നവരാത്രിയുടെ. അപ്പോൾ ഇതിനകത്ത് എല്ലാ ചരാചരങ്ങളും ഇതിനകത്തുണ്ട്. ആ കൊലു പൂജിക്കുന്ന ഇതിനകത്ത് എല്ലാ ദേവന്മാരും ദേവിമാരും സപ്തകന്യകകൾ എല്ലാവരും ഉണ്ട്. ഈ പശുവിൻ്റെയും കാളയുടെയും ഇതൊക്കെ മൃഗങ്ങളുടെയും ഒക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ പ്രപഞ്ചത്തെ പൂജിക്കുന്നതായിട്ടാണ് ഒരു സങ്കല്പം. ഒക്ടോബർ 12 വരെയാണ് ബൊമ്മക്കൊലു വയ്ക്കുക. വൈകുന്നേരം 6 മുതൽ 8 വരെയാണ് ബൊമ്മക്കൊലു ദർശിക്കാൻ അവസരം. മുൻ വർഷങ്ങളേക്കാൾ നിരവധി ഭക്തരാണ് ബൊമ്മക്കൊലു ദർശിക്കാൻ ഇക്കുറി എത്തുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര. തെക്കൻ കേരളത്തിലെ പ്രധാന സരസ്വതി ക്ഷേത്രമായ തട്ടാരമ്പലം സരസ്വതി ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവം ആരംഭിച്ചു. അക്ഷരദേവതാ സമർപ്പണ ഘോഷയാത്രയോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. 13-ാം തീയതി വരെ വിവിധ ചടങ്ങുകളും കലാപരിപാടികളും ഉണ്ടാകും. സംഗീത നൃത്ത ആരാധനയും വരും ദിവസങ്ങളിൽ നടക്കും. ഈ വർഷത്തെ തുഞ്ചൻ വിദ്യാരംഭത്തോടനുബന്ധിച്ചുള്ള കലോത്സവത്തിന് തുടക്കം. 9 ദിവസങ്ങളിലായാണ് തുഞ്ചൻ പറമ്പിൽ കലോത്സവം നടക്കുന്നത്. ചലച്ചിത്ര സംവിധായകൻ രോഹിത് MG കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. പി നന്ദകുമാർ MLA അധ്യക്ഷനായിരുന്നു. കൊല്ലം തൊളിക്കോട് ഗവൺമെന്റ് LP സ്കൂളിലെ അപൂർവ പക്ഷികളുടെ ചിത്രപ്രദർശനം. ചിറകുള്ള ചങ്ങാതിമാർ എന്ന പേരിലാണ് പ്രദർശനം. പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ് അപൂർവ ഇനം പക്ഷികളുടെ ചിത്രപ്രദർശനം സ്കൂളിൽ സംഘടിപ്പിച്ചത്. പാഠ്യേതര വിഷയങ്ങളിൽ നൂതന ആശയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ് തൊളിക്കോട് സർക്കാർ LP സ്കൂൾ. കേരളത്തിൽ കണ്ടുവരുന്ന വ്യത്യസ്തമായ 100 കണക്കിന് പക്ഷികളുടെ ചിത്രങ്ങൾ അടങ്ങുന്നതാണ് പ്രദർശനം. പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ K. പുഷ്പലത ഉദ്ഘാടനം ചെയ്തു. വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ്. എന്നും വേറിട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് സമൂഹത്തിനും വിദ്യാഭ്യാസത്തിനുമെല്ലാം മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് സാർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് സാറിനോടൊപ്പം സഹകരിക്കുന്ന നമ്മുടെ അധ്യാപകരും രക്ഷകർത്താക്കളും PTA അടക്കമുള്ള മറ്റ് അംഗങ്ങളുമെല്ലാം അവരോടൊപ്പം തന്നെ സാറിനോടൊപ്പം തന്നെ സഹകരിക്കുന്നത് കൊണ്ടാണ് നമുക്കിതെല്ലാം ചെയ്യാൻ കഴിയുന്നത്. പാഠഭാഗത്തിലെ പക്ഷികളെക്കുറിച്ചുള്ള വിഷയമാണ് പ്രദർശനത്തിന് ആധാരം. അപൂർവങ്ങളായ പക്ഷികളുടെ ഒരു ചിത്ര പ്രദർശനമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കുട്ടികൾക്ക് വളരെ ആവേശത്തോടുകൂടി അവർ നാളിതുവരെ കണ്ടിട്ടില്ലാത്ത പടചിത്രങ്ങൾ കാണാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. കാഴ്ചകൾ കുട്ടികൾക്കും കൗതുകമായി. ന്യൂസ് 18 പുനലൂർ. പ്രകൃതി ഭംഗിയിൽ ഇടുക്കി എപ്പോഴും ഒരു പടി മുന്നിലാണ്. അത് നിലനിർത്തുന്നത് ഇടുക്കിയിലെ മൊട്ടക്കുന്നുകളും മലഞ്ചെരുവുകളുമൊക്കെയാണ്. അത്തരത്തിലേറെ മനോഹരമായ ഒരു പ്രദേശമാണ് ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പാലക്കുളം മേടിന്റെ ഒരു ഭാഗം കൂടിയായ മലയണ്ണാമല. ജില്ലാ ആസ്ഥാന മേഖലയിലെ ഏറ്റവും ഉയർന്ന മലകളിൽ ഒന്നാണ് പാൽക്കുളം മേട്. വാഴ്ത്തോപ്പ്, കഞ്ഞിക്കുഴി പഞ്ചായത്തുകളിലായി ഉയർന്നു നിൽക്കുന്ന പാൽക്കുളം മേടിന്റെ പ്രധാന ഭാഗമാണ് മലയണ്ണാമല. ഇവിടെ നിന്ന് നോക്കിയാൽ എണ്ണിത്തീരാത്ത അത്രയും മലകൾ കാണാൻ കഴിയും. ഇതാണ് പ്രദേശത്തിന് ഈ പേര് വരാൻ കാരണം. തെളിഞ്ഞ അന്തരീക്ഷത്തിൽ മൂന്നാറും ചൊക്രമുടിയും ആനമുടിയും ഉൾപ്പെടെ വിദൂരങ്ങളായ മലകൾ കാണാം. മറ്റൊരു ഭാഗത്തേക്ക് നോക്കിയാൽ രാമക്കൽമേടും കമ്പംമേട്ടും ചെല്ലാക്കർകോവിൽ മലനിരകൾ ഉൾപ്പെടെ കല്യാണത്തെണ്ടും മലയണ്ണാമലയിൽ നിന്നുള്ള കാഴ്ചകളാണ്. ഇത് പാൽക്കുളമേടിന്റെ ഒരു ഭാഗമാണ് ഈ മലയണ്ണാമല എന്ന് പറയുന്ന സ്ഥലം.
നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം മലയണ്ണ കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് വളരെ സാധ്യതയുള്ള സ്ഥലമാണ്. പക്ഷേ ഉദ്യോഗസ്ഥന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയൊക്കെ ഒരു അനാസ്ഥ കാരണം ഇതിനൊരു വേണ്ട പ്രാധാന്യം കിട്ടുന്നില്ല. ഇപ്പം ഇവിടെ നിന്ന് മറ്റ് എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും പോയി കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ഒരു ഏരിയ കുറച്ച് കാണാവുന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണി തീർക്കാൻ പറ്റാത്ത അത്രയും മലകളാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ മലയണ്ണ മല എന്നതിന് പേര് തരാൻ കാരണം. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വാകച്ചുവട് മുഴുവടി ഭാഗത്തുകൂടി 4 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ മലയണ്ണാമലയിലെത്താം. പാറക്കെട്ടിലൂടെയുള്ള യാത്ര തികച്ചും സാഹസികമാണ്. വിനോദസഞ്ചാര സാധ്യതകൾ ഏറെയുള്ള മലയണ്ണാമലയിലേക്ക് എത്താൻ സഞ്ചാരയോഗ്യമായ റോഡില്ല എന്നത് ഒരു പ്രതിസന്ധിയാണ്. ന്യൂസ് 18 ഇടുക്കി. കീമോ ചികിത്സയ്ക്ക് വിധേയായ തെരുവ് നായയ്ക്ക് കീമോ എന്ന വിളിപ്പേര് നൽകി നായയെ സംരക്ഷിക്കുന്നവരുടെ കഥയാണ് തൊടുപുഴയിൽ നിന്നുള്ളത്. തലയിൽ ട്യൂമർ വന്ന അവശനിലയിലായ തെരുവ് നായയ്ക്ക് ഇടുക്കി അനിമൽ റെസ്ക്യൂ ടീമാണ് രക്ഷകരായത്. സർജറി നടത്തി നായയുടെ ജീവൻ നിലനിർത്തുക മാത്രമല്ല കീമോ ഉൾപ്പെടെ തുടർ ചികിത്സയും നൽകിക്കൊണ്ടാണ് സംരക്ഷകരായ മഞ്ജുവിന്റെയും കീർത്തിദാസിന്റെയും സഹജീവി സ്നേഹം. വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ നിന്നാണ് മഞ്ജുവിനും കീർത്തിദാസിനും ഈ നായയെ ലഭിക്കുന്നത്. ഇവരുടെ കയ്യിൽ കിട്ടുമ്പോൾ തീർത്തും അവശനിലയിലായിരുന്നു നായ. ഏറ്റെടുത്ത ശേഷം തൊടുപുഴയിലെ സ്വകാര്യ മൃഗാശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിച്ചു. മൂക്കിന് സമീപമുള്ള എല്ലിൽ ക്യാൻസർ ബാധിച്ചതായി ഡോക്ടർമാർ അറിയിച്ചു. ആഴ്ചയിൽ 1 തവണ കീമോയും ചെയ്യണം. ചികിത്സയ്ക്കായി വലിയ ചിലവ് വരുമെങ്കിലും മികച്ച ചികിത്സ നൽകാൻ ഇരുവരും തീരുമാനിക്കുകയായിരുന്നു. പിറ്റേ ദിവസം തന്നെ നമ്മൾ സർജറി ചെയ്യേണ്ടത് ഓപ്പൺ സർജറി ആയിരുന്നു. അവൾക്കുള്ള ക്യാൻസർ എന്ന് പറയുന്നത് അവളുടെ മൂക്കിൻ്റെ നടുക്കത്തുള്ള എല്ലിലാണ്, ബോണിലാണ് അവൾക്ക് ക്യാൻസർ വന്നിരിക്കുന്നത്. അപ്പോൾ ബോൺ ക്യാൻസറാണ് നിലവിൽ ഉള്ളത്. അപ്പോൾ അത് മറ്റു ഭാഗങ്ങളിൽ വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കീമോയിൽ കണ്ടിന്യൂസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആഴ്ചയിൽ ഒരിക്കലാണ് നമുക്ക് കീമോ ചെയ്യേണ്ടത്. സ്വകാര്യ ക്ലിനിക് നടത്തുന്ന ഡോക്ടർ സർജറി ഉൾപ്പെടെ സൗജന്യ ചികിത്സ നൽകാൻ തയ്യാറായി. ഇതേ ഡോക്ടറാണ് കീമോ എന്ന പേരും ഇട്ടത്. നമ്മൾ കീമോ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് എന്ത് പേരിടണമെന്ന് നമുക്ക് അറിയാൻ മേലാതെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ സർജറി ചെയ്യുന്ന സാറ് തന്നെ പറഞ്ഞത് നമുക്ക് കീമോ ഇട്ടാലോ എന്ന്. അങ്ങനെയാണ് ഞങ്ങൾ കീമോ ഇട്ടത്. പിന്നെ ഓർക്കാനും വിളിക്കാനും ഒക്കെ എളുപ്പമായിട്ട് നമ്മൾ ഓരോ കുഞ്ഞുങ്ങളെ എടുക്കുന്ന സ്ഥലത്തിൻ്റെ എന്ത് ഇതാണോ അവിടെ വെച്ചാണ് പേരിടാറ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ നിന്നാണ് കിട്ടിയത്. അവിടുത്തെ സ്റ്റാഫുകൾ വിളിച്ച് പറഞ്ഞതനുസരിച്ച് നമ്മൾ ചെല്ലുകയും ഇവിടെ റെസ്ക്യൂ ചെയ്യുകയാണ് ചെയ്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാസത്തോളം ആയിട്ട് ഈ കുഞ്ഞ് ഇതുപോലെ വേദന അനുഭവിച്ച് ഏകാന്തതയിൽ മാറിയിരുന്ന് ഭയങ്കരമായ രീതിയിൽ കരയുന്നത് കണ്ടിട്ടാണ് അവർ വിഷമം തോന്നിയിട്ടാണ് നമ്മളെ അറിയിച്ചത്. അപ്പം മറ്റു നായ്ക്കൾ പോയി അവളുടെ മൂക്കിൻ്റെ അവിടെ വന്ന് നക്കി കൊടുക്കുകയും അവർക്ക് അവരുടേതായ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അവർ പറഞ്ഞത്. മഞ്ജുവിന്റെയും കീർത്തിദാസിന്റെയും അടുത്തെത്തിയതോടെ കീമോ എന്ന ഇവൾ ആരോഗ്യവതിയായിരിക്കുകയാണ്. കീമോയെ കൂടാതെ 75ഓളം നായ്ക്കളുടെ സംരക്ഷകർ കൂടിയാണിവർ. ന്യൂസ് 18 ഇടുക്കി. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം. വയലാർ അവാർഡ് അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് പുരസ്കാരം. തിരുവനന്തപുരത്ത് മാസ്കറ്റ് ഹോട്ടലിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. 48ാമത് വയലാർ അവാർഡാണ് ഇന്ന് പ്രഖ്യാപിച്ചത്. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. മഴ കുറഞ്ഞതോടെ ഭാരതപ്പുഴയിൽ വീണ്ടും മണൽത്തിട്ടകൾ രൂപപ്പെട്ടു. ഇരുകര തൊട്ടൊഴുകിയ ഭാരതപ്പുഴയുടെ ഭൂരിഭാഗം പ്രദേശത്തും ഇപ്പോൾ മൺതിട്ടകൾ രൂപപ്പെട്ടു കഴിഞ്ഞു. 2 മാസം മുൻപത്തെ മഴയിൽ കലിതുള്ളി ഒഴുകിയ ഭാരതപ്പുഴയാണ് ഇപ്പോൾ നീർച്ചാലാകാൻ തുടങ്ങിയത്. ഷൊർണൂർ കൊച്ചിൻ പാലത്തിനു മുകളിലും തൃത്താല വെള്ളിയാങ്കല്ലിലുമൊക്കെ പുഴയുടെ ചന്തം ആസ്വദിക്കാൻ നിരവധി പേർ എത്തിയിരുന്നു. ഷൊർണൂർ ഭാരതപ്പുഴ തടയണയുടെ ഇന്നത്തെ അവസ്ഥയാണ് ഈ കാണുന്നത്. മെലിഞ്ഞുണങ്ങി അങ്ങിങ്ങായി മുറിഞ്ഞ നീർച്ചാലുകളാണ് പുഴയുടെ അവശേഷിപ്പുകൾ. വരണ്ടുണങ്ങിയ മണൽത്തിട്ടകൾ, ഉണങ്ങിക്കരിഞ്ഞ പുൽത്തകിടികൾ, ഒഴുകിയടഞ്ഞ അവശിഷ്ടങ്ങൾ, ഇതാണ് ഇപ്പോഴത്തെ കാഴ്ച. ഇവിടെ വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് മഴ പെയ്യുമ്പോൾ ധാരാളം വെള്ളം ഭാരതപ്പുഴയിലുണ്ട്. പക്ഷെ അതേസമയം ഈ മഴക്കാലം ഇപ്പം നിങ്ങൾ നോക്കൂ, മഴക്കാലം കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ മഴക്കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഗുരുതരമായ ഒരു കുടിവെള്ള ക്ഷാമത്തിലേക്ക് എത്രയും വൈകാണ്ട് ബുദ്ധിമുട്ടിലേക്ക് വരും എന്നുള്ളതാണ് സ്ഥിതിവിശേഷം. അവശേഷിക്കുന്ന നീർച്ചാലുകൾ കൂടി വരണ്ടാൽ പുഴയെ മാത്രം ആശ്രയിച്ച്
ഷൊർണൂർ നഗരസഭയ്ക്കും വാണിയംകുളം ഗ്രാമപഞ്ചായത്തിനും സമീപ പഞ്ചായത്തുകൾക്കുമായി ഏർപ്പെടുത്തിയ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനവും അവതാളത്തിലാകും. സമീപത്തെ പാടശേഖരങ്ങളിലെ നെൽകൃഷിയും പ്രതിസന്ധിയിലാകും. ഇതിനെല്ലാം പുറമെ വരും വേനലിൽ കുടിവെള്ളം മുട്ടുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് 18 ഷൊർണൂർ. കാസർഗോഡ് ചെറുവത്തൂർ കാര്യങ്കോട് പുഴയോരം കരയിടിച്ചിൽ ഭീഷണിയിൽ. മീൻകടവ് പാലത്തേര കാരി പ്രദേശങ്ങളിലാണ് കരയിടിച്ചിൽ രൂക്ഷമായത്. കരഭിത്തി നിർമ്മിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സംരക്ഷണ ഭിത്തിയില്ലാത്തതിനാൽ ചെറുവത്തൂർ കാര്യങ്കോട് കരയുടെ വലിയൊരു ഭാഗം പുഴയെടുത്ത നിലയിലാണ്. മഴക്കാലത്ത് വിവിധയിടങ്ങളിൽ കരഭാഗം പുഴയിലേക്ക് പതിച്ചു. നിരവധി തെങ്ങുകളും കടപുഴകി. കൃഷിഭൂമികളും കരയിടിച്ചിൽ ഭീതിയിലാണ്. ഓരോ വർഷവും കരയിടിച്ചിലിൽ സ്ഥലം നഷ്ടപ്പെടുന്നത് പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ചില ഭാഗങ്ങളിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിരുന്നെങ്കിലും കരയിടിച്ചിൽ രൂക്ഷമായ മീൻകടവ് പാലത്തേര കാരി പ്രദേശത്ത് കരഭിത്തി ഒരുക്കിയിരുന്നില്ല. മണ്ണെടുപ്പ് രൂക്ഷമായതും കരയിടിച്ചിലിന് കാരണമായി. കരിങ്കല്ലുകൊണ്ട് അരികു കെട്ടുക മാത്രമാണ് ഏക പരിഹാരമെന്നും പ്രദേശവാസികൾ പറയുന്നു. പഞ്ചായത്ത് അധികൃതർക്ക് നിരവധി തവണ പരാതികൾ നൽകിയിട്ടും നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ന്യൂസ് 18 ചെറുവത്തൂർ. കേരളത്തിൽ മഴ വീണ്ടും ശക്തമാകുന്നു. 6 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ശക്തമായ മഴയെന്ന് മുന്നറിയിപ്പുണ്ട്. ശബരിമലയിൽ ഇത്തവണ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകില്ലെന്ന് മന്ത്രി വി.എൻ. വാസവൻ. ബുക്കിംഗ് നടത്താതെ തീർത്ഥാടകരെത്തിയാൽ അക്കാര്യം പരിശോധിക്കും. നിലയ്ക്കലിലും എരുമേലിയിലും കൂടുതൽ പാർക്കിംഗ് ക്രമീകരണം ഏർപ്പെടുത്തി. ഇന്നലത്തെ യോഗത്തിൽ ADGP അജിത് കുമാർ പങ്കെടുക്കാതിരുന്നത് യോഗം ക്രമസമാധാന പ്രശ്നത്തിനുള്ള ചർച്ചയല്ലാത്തതുകൊണ്ടാണ്. ക്രമസമാധാനം ചർച്ച ചെയ്യുന്ന യോഗത്തിൽ ADGPയെ വിളിക്കുമെന്നും വി.എൻ. വാസവൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പൊതുവിൽ ചർച്ച ചെയ്തപ്പോൾ നമ്മളെടുത്ത തീരുമാനം 80,000 നിജപ്പെടുത്തി നമ്മുടെ വെർച്വൽ ബുക്കിംഗ് 80,000 ആകുമ്പോൾ ഒരു ദിവസം ശബരിമലയിൽ നമുക്ക് താങ്ങാവുന്നതിൻ്റെ 2 ലിമിറ്റ് വരികയാണ്. അത് പോലീസിൻ്റെ റിപ്പോർട്ടിൻ്റെയും അതുപോലെ തന്നെ അവിടുത്തെ തീർത്ഥാടകരുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാം വരവിൻ്റെ പൊതുസ്ഥിതിയും പരിഗണിച്ചാണ് കൃത്യമായി 80,000 നിജപ്പെടുത്തിയിട്ടുള്ളത്. അതിനിടയ്ക്ക് പിന്നീട് സ്പോട്ട് ബുക്കിംഗ് കൂടെ വന്നാൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് വരും എന്നുള്ളതാണ് പൊതുവിൽ മുൻ വർഷങ്ങളിലെ അനുഭവങ്ങൾ വെച്ച് വിലയിരുത്തിയപ്പോൾ പോലീസ് റിപ്പോർട്ട് അടക്കം വന്നിട്ടുള്ളത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടെ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വിവരങ്ങൾ ഇനി വെബ്സൈറ്റിൽ ലഭിക്കും. മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് വെബ്സൈറ്റ് തയ്യാറാക്കിയത്. എക്സ്പ്ലോർ പള്ളിവാസൽ gp.org എന്ന വെബ്സൈറ്റിലൂടെ ഇടുക്കി പള്ളിവാസൽ പഞ്ചായത്തിലെ വിവരങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാകും. വിനോദസഞ്ചാരികൾക്കും തദ്ദേശീയരായ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനപ്രദമായ നിലയിലാണ് വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, വിപണികൾ, പ്രാദേശിക സേവനങ്ങൾ, സർക്കാർ തല സേവനങ്ങൾ, താമസ സ്ഥലങ്ങൾ, ഗതാഗതം തുടങ്ങി സമഗ്ര വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇതിനെ ടൂറിസം മേഖലയിൽ പരമാവധി പ്രയോജനപ്പെടുത്തുക, ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആളുകൾക്ക് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള മുഴുവൻ വിവരങ്ങളും അവർക്ക് ലഭിക്കുക എന്നുള്ള ആശയത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വെബ്സൈറ്റ് മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസിൻ്റെ കൂടെ സഹായത്തോടു കൂടി സ്റ്റുഡൻസാണ് അത് ക്രിയേറ്റ് ചെയ്തതെല്ലാം തന്നെ മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലുള്ള ശ്യാം എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ്. മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് വെബ്സൈറ്റ് തയ്യാറാക്കി നൽകിയത്. പുതിയ വെബ്സൈറ്റ് വിനോദസഞ്ചാര മേഖലകൾക്കുൾപ്പെടെ കരുത്താകുമെന്നാണ് പഞ്ചായത്തിന്റെ പ്രതീക്ഷ. ന്യൂസ് 18 ഇടുക്കി. BJP മെഗാ മെമ്പർഷിപ്പ് പ്രോഗ്രാം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. വളയനാട് ക്ഷേത്ര ദർശനം നടത്തിയ സുരേഷ് ഗോപി പിന്നീട് മുൻ DYSP നാരായണന് അംഗത്വം നൽകി. പാലക്കാട് തൃത്താലയിൽ 12 കേന്ദ്രങ്ങളിലായി മെഗാ ശുചീകരണം നടത്തി. സുസ്ഥിര തൃത്താല ക്യാമ്പയിൻ മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അലക്ഷ്യമായി മാലിന്യം വലിച്ചെറിയുന്നവരെ സാമൂഹ്യ വിരുദ്ധരായി കണക്കാക്കി കൈകാര്യം ചെയ്യണമെന്ന് മന്ത്രി പറഞ്ഞു. ഇത്രയും വേസ്റ്റ് ബിൻ ഇവിടെ വെച്ചിട്ടും അതിലിടാതെ പുറത്ത് വലിച്ചെറിയുന്നുണ്ടെങ്കിൽ അവരെ സാമൂഹ്യ വിരുദ്ധർ എന്ന് മാത്രം വിളിക്കാൻ പറ്റും, അല്ലേ? അങ്ങനെയല്ലേ വിളിക്കാൻ പറ്റും. അതിനല്ലേ ഈ ബിന്ന് വെച്ചിട്ടുള്ളത്. ഈ ബിന്നുകൾ ഇവിടെ ഉണ്ടായിട്ട് അതിൽ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. റോഡരികിൽ മുഴുവൻ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്.
ഒരു ദയയുമില്ലാതെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ അത്തരം സാമൂഹിക വിരുദ്ധരെ കൈകാര്യം ചെയ്യണം. റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത് സീൽ ചെയ്ത ഇടുക്കി പൂപ്പാറയിലെ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ ഒരുങ്ങി വ്യാപാരികൾ. 2 വ്യാപാര സ്ഥാപനങ്ങളാണ് ഇന്നലെ വൈകിട്ട് തുറക്കാൻ ശ്രമിച്ചത്. റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സ്ഥാപനങ്ങൾ വീണ്ടും പൂട്ടി സീൽ ചെയ്തു. വ്യാപാരികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ വകുപ്പ് വ്യക്തമാക്കി. എന്നാൽ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ കോടതിയുടെ അനുമതിയുണ്ട് എന്ന നിലപാടിലാണ് വ്യാപാരികൾ. എറണാകുളം പൂണിത്തുറ ലോക്കൽ കമ്മിറ്റി യോഗത്തിന് ശേഷം അംഗങ്ങൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയ സംഭവത്തിൽ 6 പേർ കസ്റ്റഡിയിൽ. സൂരജ് KV, സനീഷ്, സൂരജ് ബാബു, സുനിൽ കുമാർ, സുരേഷ് ബാബു, ബൈജു എന്നിവരാണ് അറസ്റ്റിലായത്. സാമ്പത്തിക ക്രമക്കേടിൽ ഉയർന്ന തർക്കമാണ് കഴിഞ്ഞ ദിവസം കയ്യാങ്കളിയിൽ കലാശിച്ചത്. ആരോപണ വിധേയനായ മുൻ ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലായിരുന്നു കയ്യേറ്റവും മർദ്ദനവും. പാലക്കാട് ഒറ്റപ്പാലത്ത് ബാർ ഹോട്ടലിൽ ഒരാൾക്ക് കുത്തേറ്റ സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. സക്കീർ ഹുസൈൻ, അബ്ബാസ്, ഷബീർ അലി, നിഷിൽ എന്നിവരാണ് അറസ്റ്റിലായത്. കുത്തേറ്റ മജീദ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബില്ലടയ്ക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. തിരുവനന്തപുരം നെടുമങ്ങാടിന് സമീപം വീട്ടിൽ കഞ്ചാവ് ചെടി നട്ടുവളർത്തിയ യുവാവ് അറസ്റ്റിൽ. കണ്ണാറംകോട് കരിപ്പൂർ സ്വദേശി സുഭാഷാണ് പിടിയിലായത്. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് അറസ്റ്റ്. കോഴിക്കോട് കട്ടിപ്പാറയിൽ വ്യാജവാറ്റ് കേന്ദ്രം എക്സൈസ് കണ്ടെത്തി നശിപ്പിച്ചു. കട്ടിപ്പാറ നെടുമ്പാലി ഭാഗത്ത് വ്യവസായിക അടിസ്ഥാനത്തിൽ നടത്തിയ വ്യാജവാറ്റ് കേന്ദ്രത്തിലായിരുന്നു പരിശോധന. ബാരലുകളിലും കുഴികളിലുമായാണ് വാറ്റ് സൂക്ഷിച്ചിരുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന പ്രധാനപ്പെട്ട വാർത്ത, ക്ലിഫ് ഹൌസിലേത് പതിവ് കൂടിക്കാഴ്ചയായിരുന്നുവെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നു. പ്രത്യേക വിഷയത്തിൽ ചർച്ചയ്ക്കായിരുന്നില്ല കൂടിക്കാഴ്ച എന്ന വാർത്തകൾ നിഷേധിച്ചിരിക്കുകയാണ്. ഡാൻ കുര്യൻ ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാന്, നമ്മൾ വിചാരിച്ചതുപോലെ ഒരു കാര്യമല്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. റിപ്പോർട്ടിലുള്ള ചർച്ചയായിരിക്കും, ADGPക്കെതിരായ റിപ്പോർട്ടിലുള്ള ചർച്ചയായിരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നത്? മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇപ്പോൾ ഈ വാർത്താക്കുറിപ്പ് പുറത്ത് വന്നിരിക്കുന്നത്. മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കുന്ന തരത്തിലുള്ള വാർത്തകളല്ല പുറത്തു വരുന്നത്. വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെന്നാണ് ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പതിവ് കൂടിക്കാഴ്ച മാത്രം, അതായത് മുഖ്യമന്ത്രി പ്രധാനപ്പെട്ട വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായും പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായും മറ്റ് ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തുന്നത് സ്വാഭാവികമായ നടപടിക്രമങ്ങളാണ്. അങ്ങനെ ഒരു കാര്യം മാത്രമാണ് ക്ലിഫ് ഹൗസിൽ വെച്ച് നടന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി, KK രാഗേഷ്, അതോടൊപ്പം തന്നെ CM രവീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ചർച്ച നടത്തിയത് ദൈനംദിന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് വിവാദ വിഷയങ്ങളിലുള്ള തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയല്ല നടന്നിരിക്കുന്നത് എന്നാണ് ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത തരത്തിലാണ് വാർത്തകൾ പ്രചരിച്ചത് എന്നാണ് ഇപ്പോൾ മാധ്യമ വാർത്തകളോടുള്ള വിശദീകരണം എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന വാർത്താക്കുറിപ്പ്. അതുകൊണ്ട് ഈ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു നടപടിക്കുള്ള ഏതെങ്കിലും സാധ്യത ഇന്ന് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയുന്ന തരത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അല്പസമയം മുമ്പ് പുറത്തു വന്നിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്, വായിച്ചെടുക്കാൻ കഴിയുന്നത്. ശരി ഡാൻ, എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണമാണ് വന്നിരിക്കുന്നത്. ക്ലിഫ് ഹൌസിലേത് പതിവ് കൂടിക്കാഴ്ചയായിരുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7080 രൂപ, പവന് 56,640 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5885 രൂപ, പവന് 47,080 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ, കിലോയ്ക്ക് 99,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി ഫാസ്റ്റ് ന്യൂസിൽ അനുശ്രീ ചേരും. നമസ്കാരം.